സുഹൃത്തുക്കളെ, രണ്ട് ആണവശക്തികൾ തമ്മിലുള്ള ജലതർക്കത്തിലേക്ക് മൂന്നാമതൊരു ആണവശക്തി കൂടി പരസ്യമായിട്ട് കടന്നു വരുമ്പോൾ അവിടെ രൂപപ്പെടുന്നത് വെറും ഒരു തർക്കമല്ല, മറിച്ച് ഹൈഡ്രോപൊളിറ്റിക്സ് അഥവാ ജലമായുധമാക്കപ്പെടുന്ന ഒരു ആഗോള പ്രതിസന്ധിയാണ്. ഇൻഡസ് നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ നിർണായക തീരുമാനത്തിന് പിന്നാലെ ഇപ്പോൾ ഈ കളിയിലേക്ക് ചൈനയും ഔദ്യോഗികമായിട്ട് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു. ഇസ്ലാമാബാദിൽ നടന്ന ഇൻഡസ് വാട്ടേഴ്സ് അന്താരാഷ്ട്ര സെമിനാറിൽ വെച്ച് ചൈനീസ് തിങ്ക് ടാങ്കിൻ്റെ വൈസ് പ്രസിഡന്റും പ്രമുഖ കമന്റേറ്ററുമായ വിക്ടർ ഗാവോ ഇന്ത്യക്ക് നേരെ ഒരു പരസ്യമായ മുന്നറിയിപ്പ് നൽകി. ദക്ഷിണേഷ്യയിൽ ഇന്ത്യ മാത്രമല്ല മുകൾ തട്ടിലുള്ള രാജ്യം. ഇൻഡസ് ഉൾപ്പെടെയുള്ള നദികളുടെ യഥാർത്ഥ ഉറവിടം ടിബറ്റൻ പീഠഭൂമിയാണ്. ഇന്ത്യ പാകിസ്ഥാന്റെ വെള്ളം തടയാൻ ശ്രമിച്ചാൽ ചൈനയ്ക്കും അതേ നാണയത്തിൽ ഇന്ത്യയോട് പ്രതികരിക്കാൻ കഴിയും. അതിൽ മാത്രം ഒതുങ്ങുന്നില്ല ചൈനയുടെ താല്പര്യം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ ഉഭയകക്ഷി കരാറിലേക്ക് ചൈനയെ കൂടി ഉൾപ്പെടുത്തി ഇതൊരു ത്രികക്ഷി കരാറാക്കണമെന്നാണ് ചൈന ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് പാകിസ്ഥാനോടുള്ള ചൈനയുടെ ഒരു സ്നേഹമായിട്ട് തോന്നാം. എന്നാൽ ഇതിൻ്റെ പിന്നിൽ 3 വലിയ തന്ത്രപരമായ അജണ്ടകളുണ്ട്. ഒന്ന്, പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങളിൽ ശ്വാസം മുട്ടുന്ന പാകിസ്ഥാന് ഒരു ഡിപ്ലോമാറ്റിക് ഷീൽഡ് നൽകുക. 2, ഇന്ത്യ പാക് ഉഭയകക്ഷി വിഷയങ്ങളെ അന്താരാഷ്ട്രവൽക്കരിച്ച് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുക. 3, ഹിമാലയൻ ജലസ്രോതസ്സുകളുടെ സമ്പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കി അതിനെ ഇന്ത്യക്കെതിരെയുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ആയുധമാക്കി മാറ്റുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിക്കാൻ പോവുകയാണ്. ചൈനയ്ക്ക് ശരിക്കും ഇന്ത്യയിലേക്കുള്ള ജലപ്രവാഹം തടയാൻ സാധിക്കുമോ? ഇന്ത്യയുടെ നിയമപരമായ നിലപാട് എത്രത്തോളം ശക്തമാണ്? കൃത്യമായ ഭൂപടങ്ങളുടെയും ഡേറ്റകളുടെയും സഹായത്തോടെ നമുക്കിത് ആഴത്തിൽ മനസ്സിലാക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 65 വർഷത്തിലേറെയായിട്ട് ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1965-ലും 1971-ലും വലിയ യുദ്ധങ്ങളുണ്ടായി. 1999-ൽ കാർഗിൽ യുദ്ധമുണ്ടായി. പാർലമെൻറ്റ് ആക്രമണവും മുംബൈ ഭീകരാക്രമണവും ഉണ്ടായി. എന്നാൽ ഈ പ്രതിസന്ധികളിലൊന്നും ഇന്ത്യ ഈ ജലക്കരാർ ലംഘിക്കുകയോ മരവിപ്പിക്കുകയോ ചെയ്തില്ല. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ ഇതിനെ ലോകത്തിലെ ഏറ്റവും വിജയകരമായ നദീജല കരാറായിട്ട് പല വിദഗ്ധരും വിലയിരുത്തുന്നത്. എന്നാൽ ഈ ഒരു ഗുഡ്വിൽ നമ്മുടെ ബലഹീനതയായിട്ട് പാകിസ്ഥാൻ കാണാൻ തുടങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ മാറിയത്. ഇന്ത്യയുടെ ക്ഷമയുടെ നെല്ലിപ്പലക കാണുന്നതായിരുന്നു പെഹൽഗാം ആക്രമണം. തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യൻ സർക്കാർ ഒരു വൻ തന്ത്രപരമായ മാറ്റം പ്രഖ്യാപിച്ചു. ഇൻഡസ് നദീജല കരാറ് ഇന്ത്യ അബയൻസ് അഥവാ താൽക്കാലികമായിട്ട് മരവിപ്പിക്കുകയാണെന്ന് ന്യൂഡൽഹി പ്രഖ്യാപിച്ചു. നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ വിഖ്യാതമായ ഒരു വാചകമുണ്ട്: ബ്ലഡ് ആൻഡ് വാട്ടർ കനോട്ട് ഫ്ലോ ടുഗെദർ. രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകാൻ കഴിയില്ല. പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ 23% കൃഷിയാണ്. അവിടുത്തെ തൊഴിൽ മേഖലയുടെ 37% കൃഷിയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഈ കൃഷിയുടെ 90% നിലനിൽക്കുന്നത് ഇൻഡസ് നദീവ്യൂഹത്തിലെ വെള്ളം കൊണ്ടാണ്. ഇന്ത്യ കരാർ മരവിപ്പിച്ചതോടെ ചില വലിയ മാറ്റങ്ങളും സംഭവിച്ചു. നദീജല ഒഴുക്കിനെക്കുറിച്ചും ഡാമുകളിൽ നിന്നുള്ള വെള്ളം തുറന്നുവിടുന്നതിനെക്കുറിച്ചുമുള്ള ഹൈഡ്രോളജിക്കൽ ഡേറ്റ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് പങ്കുവെക്കുന്നത് നിർത്തിവെച്ചു. പെർമനന്റ് ഇൻഡസ് കമ്മീഷന്റെ യോഗങ്ങളിൽ നിന്നും ഇന്ത്യ പിന്മാറി. ചെനാബ് നദിയിലെ ജലപ്രവാഹത്തിൽ അസാധാരണമായ വ്യതിയാനങ്ങൾ കാണുന്നു എന്ന് കാണിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് നിരന്തരം കത്തുകൾ അയച്ചെങ്കിലും ഇന്ത്യ കൃത്യമായ മറുപടി നൽകിയില്ല. കഴിഞ്ഞ വർഷത്തെ ഖാരിഫ് കൃഷി സീസണിൻ്റെ തുടക്കത്തിൽ പാകിസ്ഥാനിൽ 21% ജലക്ഷാമം അനുഭവപ്പെടുമെന്ന് അവരുടെ സ്വന്തം ഔദ്യോഗിക രേഖകൾ തന്നെ വ്യക്തമാക്കുന്നു. ഇതോടെ പരിഭ്രാന്തിയിലായ പാകിസ്ഥാൻ ഈ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കാനായിട്ട് ഹേഗിലെ ആർബിട്രേഷൻ കോടതിയെയും UN സെക്യൂരിറ്റി കൗൺസിലിനെയും സമീപിച്ചു. ഈ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ്റെ രക്ഷകനായിട്ട് ചൈന രംഗപ്രവേശം ചെയ്യുന്നത്. ഇസ്ലാമാബാദിൽ പാകിസ്ഥാൻ ഡെപ്യൂട്ടി PM ഇഷാഖ് ദാറും ബിലാവൽ ഭൂട്ടോയും ചേർന്ന് നടത്തിയ രാജ്യാന്തര സെമിനാറിലാണ് ചൈനയുടെ പ്രതിനിധി വിക്ടർ ഗാവോ ഇന്ത്യക്ക് നേരെ തിരിഞ്ഞത്. ചൈനയുടെ വാദങ്ങൾ നമ്മൾ വളരെ ഗൗരവത്തോടെ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ചൈനയുടെ ആദ്യത്തെ വാദം ഭൂമിശാസ്ത്രപരമായ ലിവറേജ് ആണ്. ഇൻഡസ് നദിയും സത്ലജ് നദിയും ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ മാനസരോവറിനടുത്തുള്ള കൈലാസ പർവ്വത നിരകളിൽ നിന്നാണ്. അതുപോലെ കിഴക്കോട്ടൊഴുകുന്ന ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ യാർലൂങ് സാങ്ബോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് ചൈന പറയുന്നത് ഇന്ത്യ പാകിസ്ഥാനെതിരെ ജലമായുധമാക്കിയാൽ ടിബറ്റിൽ വെച്ച് ഇന്ത്യയിലേക്കുള്ള നദികളുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ ചൈനയ്ക്കും സാധിക്കുമെന്നാണ്. രണ്ടാമതായിട്ട് ചൈന മുന്നോട്ട് വയ്ക്കുന്ന അപകടകരമായ ഒരു നിർദ്ദേശമുണ്ട്. ഇൻഡസ് വാട്ടേഴ്സ് ട്രീറ്റിയെ ഒരു ട്രൈലാറ്ററൽ അറേഞ്ച്മെൻറ്റ് അഥവാ
ഇന്ത്യ പാക് ചൈന ത്രികക്ഷി കരാറായിട്ട് മാറ്റുക. ഇതിൻ്റെ പിന്നിലെ ചൈനീസ് ബുദ്ധി എന്താണെന്ന് നോക്കാം. 1972 ഷിംല കരാർ പ്രകാരവും ഇന്ത്യയുടെ പ്രഖ്യാപിത നയം പ്രകാരവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പരിഹരിക്കാവൂ. ഇതിൽ മൂന്നാമതൊരു രാജ്യത്തിനോ അന്താരാഷ്ട്ര സംഘടനകൾക്കോ ഇടപെടാൻ അവകാശമില്ല. എന്നാൽ ഈ കരാറിലേക്ക് ചൈന കൂടി പങ്കാളിയായിട്ട് വന്നാൽ എന്താണ് സംഭവിക്കുക? കശ്മീർ വിഷയത്തിൽ ചൈനയ്ക്ക് ഔദ്യോഗികമായിട്ട് ഇടപെടാനുള്ള ഒരു നിയമപരമായ വഴി തുറക്കും. പാകിസ്ഥാനെ എപ്പോഴും പിന്തുണയ്ക്കുന്ന ചൈന കാശ്മീരിലെ ജലസ്രോതസ്സുകളുടെ മേലുള്ള ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങും. സിന്ധു നദീതടത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും തങ്ങളുടെ കൈപ്പിടിയിലാക്കാനായിട്ട് ചൈനയ്ക്ക് സാധിക്കും. ഇത് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണ്. ഇന്ത്യയെ വാട്ടർ എത്തിക്സ് അഥവാ ജലധർമ്മം പഠിപ്പിക്കാൻ വരുന്ന ചൈനയുടെ സ്വന്തം ചരിത്രം എന്താണ്? സ്വന്തം അയൽ രാജ്യങ്ങളുടെ വെള്ളം കുടിച്ചു വറ്റിക്കുന്ന, നദികളെ ആയുധമാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർ ബുള്ളിയാണ് ചൈന. ഇതിന് വ്യക്തമായ 3 തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. ഒന്നാമതായിട്ട് മെക്കോങ് നദിയിലെ ചൈനീസ് ക്രൂരതയാണ്. മെക്കോങ് നദി ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം എന്നീ 5 തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്. ഈ രാജ്യങ്ങളിലെ ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവരേഖയാണ് ഈ നദി. എന്നാൽ ചൈന ഈ നദിയുടെ മുകൾ തട്ടിൽ 11 ഭീമാകാരമായ മെഗാ ഡാമുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡൗൺ സ്ട്രീം രാജ്യങ്ങളുമായിട്ട് യാതൊരുവിധ ബൈൻഡിംഗ് ആയ നദീജല കരാറിലും ഏർപ്പെടാനായിട്ട് ചൈന ഇന്ന് വരെ തയ്യാറായിട്ടില്ല. 2019 ഈ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ കടുത്ത വരൾച്ച ഉണ്ടായപ്പോൾ ചൈന തങ്ങളുടെ ഡാമുകളിൽ വെള്ളം കെട്ടി നിർത്തി നദിയെ ഉണക്കുകയായിരുന്നു എന്ന് അന്താരാഷ്ട്ര തിങ്ക് ടാങ്കായ സ്റ്റിംസൺ സെൻറ്റർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും കൃഷിയും മത്സ്യബന്ധനവും ചൈന തകർത്ത് തരിപ്പണമാക്കി. രണ്ടാമതായിട്ട് ബ്രഹ്മപുത്രയിലെ ഡേറ്റ നിഷേധം. ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലെ അസമിലേക്കും അവിടെ നിന്ന് ബംഗ്ലാദേശിലേക്കും ഒഴുകുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയ നിയന്ത്രണത്തിനും ദുരന്ത നിവാരണത്തിനും ചൈന നൽകേണ്ട മഴക്കാലത്തെ ഹൈഡ്രോളജിക്കൽ ഡേറ്റ വളരെ നിർണായകമാണ്. ഇതിനായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു ധാരണാപത്രം ഉണ്ടായിരുന്നു. എന്നാൽ ലഡാക്കിലെ അതിർത്തി തർക്കങ്ങൾക്ക് പിന്നാലെ 2022 മുതൽ ഇന്ത്യയുമായിട്ട് ഈ ഡേറ്റ പങ്കുവെക്കുന്നത് ചൈന പൂർണ്ണമായിട്ടും നിർത്തിവെച്ചു. 2023 ഈ കരാറിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും അത് പുതുക്കാനായിട്ട് ചൈന തയ്യാറായിട്ടില്ല. സത്ലജ് നദിയുടെ ഡേറ്റ ഷെയറിങ്ങും ചൈന നിർത്തി. മൂന്നാമതായിട്ട് യാർലൂങ് സാങ്പോ മെഗാ ഡാം. ചൈന ഇപ്പോൾ ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ശേഷി പ്രശസ്തമായ 3 ഗോർജസ് ഡാമിൻ്റെ 3 ഇരട്ടി വരും. ഈ ഡാം വഴി ഇന്ത്യയിലേക്കുള്ള ജലപ്രവാഹത്തിൻ്റെ ടൈമിംഗ് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാനും യുദ്ധകാലത്ത് വൻതോതിൽ വെള്ളം തുറന്നുവിട്ട് അസമിലും അരുണാചലിലും കൃത്രിമ പ്രളയം സൃഷ്ടിക്കാനും ചൈനയ്ക്ക് സാധിക്കും. ഇത്രയും വലിയ ജല അധിനിവേശം നടത്തുന്ന ചൈനയാണ് ഇപ്പോൾ പാകിസ്ഥാനെ മുൻനിർത്തി ഇന്ത്യയെ അന്താരാഷ്ട്ര നിയമങ്ങൾ പഠിപ്പിക്കാൻ വരുന്നത്. ഇവിടെയാണ് നമ്മളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത്. ചൈനയ്ക്ക് ഇന്ത്യയെ പൂർണ്ണമായിട്ട് ഉണക്കാൻ സാധിക്കില്ല. കാരണം ഭൂമിശാസ്ത്രം ഇന്ത്യക്ക് അനുകൂലമാണ്. ഇൻഡസ് നദിയുടെ പ്രധാന ഉറവിടം ടിബറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ജലപ്രവാഹത്തിൻ്റെ വലിയൊരു ഭാഗം രൂപപ്പെടുന്നത് ഇന്ത്യൻ ഭൂപ്രദേശത്ത് വെച്ചാണ്. കശ്മീരിലെയും ഹിമാചലിലെയും വൻതോതിലുള്ള ഗ്ലേസിയർ മെൽറ്റിംഗ്, പ്രാദേശികമായ പോഷക നദികൾ, ഇന്ത്യൻ മൺസൂൺ മഴ എന്നിവയാണ് ഈ നദികളിലെ 85% വെള്ളവും നമുക്ക് നൽകുന്നത്. മാത്രമല്ല പാകിസ്ഥാൻ്റെ കൃഷിയെ ജീവസുറ്റതാക്കുന്ന ജലം, ചെനാബ്, രവി, ബിയാസ് എന്നീ നദികളൊന്നും ചൈനയിൽ നിന്നല്ല വരുന്നത്. അവ ഇന്ത്യയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് ചൈന ടിബറ്റിൽ വെച്ച് വെള്ളം തിരിച്ചുവിട്ടാലും ഇൻഡസ് നദീവ്യൂഹത്തെ തകർക്കാനായിട്ട് അവർക്ക് കഴിയില്ല. അതേസമയം ഇന്ത്യക്കും പാകിസ്ഥാനിലേക്കുള്ള വെള്ളം ഒറ്റ ദിവസം കൊണ്ട് നിർത്താൻ കഴിയില്ല. അതിന് വൻകിട ഡാമുകളും കാർഗോ കനാലുകളും വലിയ ഇൻഫ്രാസ്ട്രക്ചറും വേണം. അതിന് വർഷങ്ങളെടുക്കും. പക്ഷേ അടിയന്തരമായിട്ട് ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്നത് സ്ട്രാറ്റജിക് ഓപ്പറേഷണൽ കൺട്രോളാണ്. നമ്മൾ ഡേറ്റ ഷെയറിങ് നിർത്തുമ്പോൾ നമ്മുടെ ഡാമുകളിലെ വെള്ളം സംഭരിക്കുന്നതിൻ്റെ ടൈമിംഗ് മാറ്റുമ്പോൾ അത് പാകിസ്ഥാൻ്റെ കൃഷി ആസൂത്രണത്തെയും പ്രളയ മുന്നറിയിപ്പ് സംവിധാനങ്ങളെയും പൂർണ്ണമായിട്ടും തകിടം മറിക്കും. ഇതാണ് പാകിസ്ഥാൻ്റെ യഥാർത്ഥ പേടി. ചുരുക്കത്തിൽ ഇന്ത്യയുടെ ശക്തമായ തന്ത്രപരമായ മറുപടി നമുക്കിങ്ങനെ മനസ്സിലാക്കാം. കരാർ മരവിപ്പിക്കൽ തുടരും. ഭീകരവാദം നിർത്താതെ ഇൻഡസ് കരാറിൽ പാകിസ്ഥാന് യാതൊരുവിധ ഇളവുമില്ല. ഹേഗിലെ കോടതിക്കോ UN സെക്യൂരിറ്റി കൗൺസിലിനോ ഈ ഉഭയകക്ഷി കരാറിൽ ഇടപെടാനായിട്ട് യാതൊരുവിധ നിയമപരമായ അധികാരവുമില്ല. അവ രൂപീകരിച്ചത് തന്നെ തെറ്റായ രീതിയിലാണ്. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ്. ഇതിലേക്ക് മൂന്നാമതൊരു രാജ്യം കടന്നു വരേണ്ടതില്ല.
ചൈനയുടെ ഭീഷണികൾക്ക് ഇന്ത്യ വഴങ്ങില്ല. ഇന്ത്യ ഹേഗിലെ കോടതി നടപടികളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുനിൽക്കുകയും അവരുടെ വിധികളെ നൾ ആൻഡ് വോയിഡ് അഥവാ നിയമസാധുതയില്ലാത്തത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ചൈനയുടെ പേരെടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര നിയമങ്ങളെ വളച്ചൊടിച്ച് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുന്ന എല്ലാ ശക്തികൾക്കുമുള്ള ശക്തമായ മറുപടിയാണിത്. ചൈന പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്നുണ്ട്. പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ചെന്ന് ഇന്ത്യക്കെതിരെ കരയുന്നുമുണ്ട്. എന്നാൽ പുതിയ ഇന്ത്യ ഈ തന്ത്രങ്ങളെയെല്ലാം വളരെ കൃത്യമായിട്ട് പ്രതിരോധിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടത് പേടിയല്ല, മറിച്ച് കല്ലിന്മേൽ കല്ല് വെച്ചുള്ള കൃത്യമായ തയ്യാറെടുപ്പുകളാണ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഭൗമരാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഇത്തരം ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായിട്ട് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സ് ചാനൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു തന്ത്രപ്രധാനമായ വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.